ഹായ് പറഞ്ഞ ഹായ് പറഞ്ഞ. ആ ചായ കുടിക്കണല്ലേ? പെച്ചിക്കുട്ടിക്ക് ചായക്ക് എന്താ കടി? ആ ഒന്നെടുത്ത് കാണിച്ചു കൊടുത്താ. ആ അടിപൊളി അടിപൊളി. മോനസ് ചായ കുടിക്കാൻ കേട്ടാ. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര ഇവിടുന്ന് തുടങ്ങുകയാണ്. നമ്മളെ മാലിക്കത് അവിടെ നിൽക്കണേ അടിപൊളിയായിട്ട്. പിന്നെ ജെസ്സി കുറച്ച് തിരുമ്പാനൊക്കെ ഉണ്ട്, ചിലപ്പോൾ എടുത്തിട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ടാങ്ക് കാര്യങ്ങളൊക്കെ തട്ടോ ഇവിടെ. നമ്മളെ സ്വന്തം വീടാണ് കേട്ടോ, സ്വന്തം വീട്. ഒരാളും മനുഷ്യനുണ്ടായിട്ടില്ല. ഇവരെ വീട്ടിലേക്ക് പോയി. ഇത് തോട്ടത്തിലേ ജസ്റ്റ് ഉണ്ടാക്കിയിരുന്ന വീടാണ്. എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊടുന്ന് വെക്കുക, പിന്നെ അവരെ പണിയായുധങ്ങളൊക്കെ കൊടുന്ന് വെക്കുക, പിന്നെ തേങ്ങ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറേശ്ശൊക്കെ ഉണ്ടെങ്കിൽ കൊടുന്ന് വെക്കുക. അതിനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരുന്ന വീടാട്ടോ. അപ്പോൾ ഇത് നമ്മളെ സ്വന്തം വീടാണ്. ഇന്നലെ നമ്മൾ താമസിച്ച ഇവിടെയാണ്. മാലിക്ക് ഇതവിടെ നിൽക്കണേ. പിന്നെ ജെസ്സി ഇതവിടെ വെള്ളം എടുത്തുകൊണ്ടിരിക്കണേ. ഇവിടെ നല്ലൊരു കുളം കണ്ടിട്ടാ. കുളം ഞാൻ കാണിച്ചു തരാം. ജെസ്സിയാ എങ്ങനെ ഉണ്ടായിന്ന് നിലത്തെ ഉറക്കമൊക്കെ? അപ്പോൾ ഇത് ഇങ്ങനെ ടാങ്ക് കിട്ടും. അവർ ഈ കുളമില്ലേ, ഈ കുളത്തിൽ നിന്ന് വെള്ളം അടിച്ച് ഇടുന്ന ഒരു ഇതാണ് കേട്ടോ അത്. ആ കുളം അല്ല ടാങ്ക്. ഇത്രയും മനോഹരമായിട്ടുള്ളൊരു തോട്ടത്തിലോട്ടെ നമ്മൾ ഇന്നലെ താമസിച്ചത്. വേറെ ലെവല് വൈബ്. ഇതൊക്കെ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ യാത്ര ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. ഈ ഒരു കുളത്തിൽ നിന്ന് വരുന്ന വെള്ളം ഇതാ നേരെ ഇവിടെ ഉണ്ട്. നമ്മളോട് ഇവിടുന്ന് കുളിക്കാനും തിരുമ്പാനും എല്ലാത്തിനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവരൊരു 9 മണിയാകുമ്പോഴത്തേനും എത്തും. അപ്പോൾ എന്നിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ്. അതായത് രാത്രി ഇവിടുന്ന് എല്ലാവരും പോകുമ്പോൾ 7 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുത്തെ സ്ത്രീകൾ ഈ തോട്ടത്തിൽ നിന്ന് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ അപ്പോൾ അവർ നമ്മളോട് കുറേ സംസാരിച്ചിട്ട് പറഞ്ഞു നാളെ ഞങ്ങൾ വന്നിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു സംസാരം ആൾക്കാരെ? ജെസ്സിക്ക് പിന്നെ ഒന്നും മനസ്സിലാവേണ്ട. ഏയ് എന്താ ഈ പറയുന്നത് നോക്കി. ഓളെ വിചാരം വലിയ ചീത്ത പറയണമെന്നാണ്. നമുക്കും ഭാഷ അറിയാത്ത നാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഒട്ട അവസ്ഥ. തമിഴും ഹിന്ദിയും കുറേശ്ശെ അറിയണോണ്ട് നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ട്. മറ്റേത് ഭാഷ അറിയാത്ത നാട്ടിലേക്ക് ചെല്ലുമ്പോൾ പ്രശ്നങ്ങൾ തന്നെ ആവും. തമിഴ് പിന്നെ ഓൾറെഡി അറിയാം എങ്കിൽ കൂടി ഫ്ലുവൻ്റ് അല്ല എങ്കിലും സംസാരിച്ച് പിടിച്ച് നിൽക്കലുണ്ട്. ഹിന്ദി അതേമാതിരി തന്നെയാണ്, ഫ്ലുവൻ്റ് അല്ല, പിടിച്ച് നിൽക്കാനുള്ള സംസാരം അറിയും. ബാക്കിയുള്ള ഭാഷകളൊന്നും അറിയില്ലല്ലോ. കർണാടകയൊക്കെ കയറി കഴിഞ്ഞാൽ ഇന്നാളെ ഞങ്ങൾ കർണാടകയിൽ പോയിട്ട് പെട്ടതാണ്. ഒന്നും പറയാൻ പറ്റുക, ചോദിച്ചാലും പറയാനും ഉണ്ടാനൊന്നും പറ്റുക. ഒരു സംസാരിക്കുമ്പോൾ നമ്മൾ കരുതും ഇത് എന്താ പറയണമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് പേടിയാണ് അവരോട് സംസാരിക്കാൻ. ഒരേട്ടന് തട്ടാ രാവിലെ തന്നെ പശുവിനെയും കൊണ്ട് പോകുന്നുണ്ട്. ഈ ഒരു കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ ഇതുപോലെ നമ്മളത് പുറപ്പെട്ട് ഇറങ്ങി തന്നെ വേണം കേട്ടോ. എന്താ നോക്കണം? ഹായ് ഹലോ. നമ്മളേ ഏകദേശം തമിഴ്നാടിൻ്റെ ഭാഗത്താണുള്ളത്. തമിഴ്നാട്ടിലാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഏതൊക്കെ റൂട്ടിലൂടെ പോകാന്നുള്ളത് നമ്മൾ ഏകദേശം ഒന്ന് കാൽക്കുലേഷൻ ചെയ്യാണ് കേട്ടോ. നമ്മളുള്ളത് ദിണ്ടുക്കല്ല് ഇവിടെ ഉണ്ട്. ഈ ഏരിയയിലാണ് നമ്മളുള്ളത്. നമ്മളിഞ്ഞ് തഞ്ചാവൂർ പോയിട്ട് സേലം പിടിക്കണോ അതോ ഡയറക്റ്റ് സേലം പിടിക്കണോ എന്നുള്ളൊരു ഐഡിയയിൽ നിൽക്കണം കേട്ടോ. നമ്മളെങ്ങനെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തേനി വന്നിട്ട് ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ദിണ്ടുക്കല്ല് ഇവിടെ എത്തിയിട്ടുള്ളൂ കേട്ടോ. ഇവിടെ നിന്ന് നമുക്കിനി ഈറോഡ് വഴി സേലം പോകണോ അതോ ഇങ്ങോട്ട് പോയിട്ട് തഞ്ചാവൂർ പോയിട്ട് പിന്നെ സേലം വരണോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഡെസ്റ്റിനേഷനൊക്കെ നോക്കിയിട്ടാണ് പോവുക. നമുക്ക് കറക്റ്റ് പോയിൻ്റ് ഉണ്ടെങ്കിലും നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഉൾഗ്രാമത്തിലൂടെ മാത്രമുള്ള യാത്ര ഉണ്ടാവും. അല്ലാതെ ഡയറക്റ്റ് നമ്മൾ ഒരു റോഡും പിടിക്കണില്ല. ആ റോഡ് പിടുത്തം കൊണ്ട് ഒരു കാര്യമില്ല. അതാണ് ഇത്രയും കാലം നീണ്ടു നിന്നിട്ടുള്ളൊരു യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ മിക്കവാറും തഞ്ചാവൂരാവും പിടിക്കുക. തഞ്ചാവൂരിൽ നിന്ന് സേലം പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെ ആക്കല്ലേ. അങ്ങനെ മോനസ് റെഡിയായി, എല്ലാവരും റെഡിയായി. മാലിക്കിന് അത്യാവശ്യം വൃത്തിയാക്കി നീറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ ഒതുക്കിയാണ്ട് വെക്കും കേട്ടോ. ഇപ്പോൾ നമുക്ക് കാണുന്നുണ്ട് അവിടെ 1-2 ആൾക്ക് ആ മുന്നത്തെ സീറ്റ് ഒന്ന് മടക്കി വെച്ചാൽ കിടക്കട്ടോ. ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വേണമെങ്കിൽ കിടക്കുക. ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കിടക്കണം എന്നുള്ളൂ. പിന്നെ മോനീസും പോലൊക്കെ ഇവിടെ തന്നെ കിടക്കൽ. പിന്നെ നമ്മൾ പകൽ എവിടെയെങ്കിലുമൊക്കെ വണ്ടി നിർത്തിയാൽ ജെസ്സി ഫ്രണ്ടിലൊന്നും ഇങ്ങനെ കിടക്കും സീറ്റിൽ. ഞാൻ ഇവിടെ ഒന്ന് കയറി കിടന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോവാം. മൂപ്പരാട്ടോ നമുക്ക് ഇവിടെ നിന്ന് ഇന്നലെ സ്റ്റേ തന്നത്. മൂപ്പര് ഭയങ്കര ബിസിയിലാണ്. മൂപ്പരൊന്ന് പരിചയപ്പെടുത്തണം, എന്നിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങാൻ. മൂപ്പര് ആ തോട്ടത്തിൽ നിന്ന് കുറേ തേങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിവിടെ ഈ ഷെഡിൽ കൊടുന്ന് വെക്കുകയാണ് കേട്ടോ. ഇവർക്ക് ഇവിടെ ഓറഞ്ചിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ജ്യൂസ് അടിക്കുന്ന പരിപാടി ഉണ്ട് കേട്ടോ. മെഷീനും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അടിപൊളിയല്ലേ?
ഈ കണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് മൂപ്പരിഞ്ഞ് വാടക കൊടുക്കണാണോ എന്താണെന്ന് അറിയില്ല. 2 പയ്യന്മാർ വന്നിരുന്നു രാവിലെ, അവരെ സാധനമാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഈ അണ്ണനാട്ടെ നമുക്ക് ഇന്നലെ സ്റ്റേ തന്നത്. உங்க பேர் என்னண்ணா? பேர் ஆசை தம்பி. ஆசை தம்பி, ரொம்ப நன்றி அண்ணா. பார்த்தது அப்படி சொன்னதுக்கு ரொம்ப நன்றி. இது எந்த ஊரு? மழை வந்தாலும் இதாக தான் இருக்கு. நம்ம தான் தர மழை வந்தாலும் சரி சரி. இந்த ஊர் பேர் என்னண்ணா? இது வந்து மலைப்பம்பட்டி. மலைப்பம்பட்டி வந்து ஒத்தலைக்குண்டு பக்கத்து 2 கிலோமீட்டர் டவுன். சரி 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 அண்ணா, ரொம்ப நன்றி. சரி சரி. உங்க மாதிரி ஆளுகளை பார்க்கறதுக்கு தான் நம்ம இந்த மாதிரி ஏரியாவில் போகிறேன். ஆமாம், சுற்றி பார்த்து அப்படியே 2 இயர் ஜேர்னி. 2 இயர் இந்தியா சுற்றி பார்க்குறேன். 2 வருஷமா இந்தியா சுற்றி பார்க்குறக்கு. கேரளா நம்ம. ஆமாம். கிளம்புறேண்ணா. இது பார்த்தப்போ கொஞ்சம் வீடியோ எடுக்கலாம்னு நினச்சேன். எடுக்கட்டிங்களா? எடுங்க எடுங்க. நம்ம இடத்துல இல்லை, நம்ம கேரளா. நம்ம ஆல் இந்தியா ட்ராவல் பண்ணுறேன். அப்போ இது பார்த்தப்போ ரொம்ப இன்ட்ரெஸ்ட் ஆச்சு. என்னதுக்குள்ளாக்கா? ஆமாம் ஆமாம். அப்போ ഈ അക്കണ്ടാ, ഈ അക്കൻ്റെ വീടാണ്. அதுக்கு என்னக்கா உங்க பேரு மட்டும் சொல்லுங்க. பேரு மட்டும் சொல்லுங்க. பேர் என்ன? இந்த ஊர் பேரு? இந்த ஊர் பேரு കണ്ണൻ നഗർ. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് തന്നെ ഓരോ വീടാതോ പാറുക? ശരി ശരി അക്ക. ഇതിങ്ങനെ ഒരു വീടാണ് കേട്ടോ. വീടാണേ. അടിപൊളി 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 അടിപൊളി. മാഷാ അല്ലാ, അടിപൊളി അടിപൊളി. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഉൾഭാഗം. വീടാണ് കേട്ടോ. വീട് വീട് ഒരു വീടാണേ. അപ്പോൾ ഇതും വേറൊന്നാണ് കേട്ടോ. ഇവരിതിൽ അടുപ്പ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അടിപൊളി 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 കേട്ടോ. ഇതവിടെ ഒന്ന് വേറെ ഉണ്ട്. ഇതവിടെ ഒന്ന് വേറെ. ഇങ്ങനെ കേട്ടോ അതിൻ്റെ ഇത് കാഴ്ച കിടക്കണത്. അടിപൊളി അടിപൊളി അടിപൊളി. ഇതിൻ്റെ ഉള്ളിൽ വേറെ മോഡൽ കേട്ടോ. ഒരു അക്ക അവിടെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കുട്ടികളൊക്കെ എത്ര സിമ്പിളായിട്ടാണ് നായനൊക്കെ പിടിച്ച് കളിക്കണത് നോക്കിട്ടാ. ഭയങ്കര അതിശയം. അവിടെയൊക്കെയാണ് തൂക്കണേ. എന്താ അതിനൊക്കെ പറയാ. അടിപൊളി അടിപൊളി അടിപൊളി. 3 പയ്യന്മാരട്ടാ. അപ്പോൾ നമ്മൾ പോണ യാത്രയിൽ ഇങ്ങനെ കണ്ടതാണ് കേട്ടോ. ഒരു ചകിരിയുടെ വലിയൊരു ഫാക്ടറിയാണ്. അവിടുന്ന് ചകിരി ഇതാ ട്രോളിയാക്കി ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ആ ഒരു മെഷീനിൽ ഇവിടെ ചകിരിയുടെ നാര് വന്ന് ചാടുന്നുണ്ട്. നേരെ അപ്പുറത്ത് ചകിരിയുടെ വേസ്റ്റ് വന്ന് ചാടുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഈ സൈഡിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇവിടെ ഇതേ സിസ്റ്റമാണ്. ഈ ഒരു മെഷീൻ ഇതാ ഈ ഫസ്റ്റിൽ കാണുന്ന ഈ ഒരു മെഷീനിൽ നിന്ന് ചകിരി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടിയിൽ കൂടെ ഇങ്ങനെ കയറി കയറി പോകുന്നുണ്ട്. അവിടെ നാര് ചാടുന്നുണ്ട്. അതിൻ്റെ ബാക്ക് ആ സൈഡിലായിട്ട് വേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ ഇൻട്രഡക്ഷനാണ്. വീഡിയോ എടുക്കാൻ മുതലാളി കണ്ടാൽ സമ്മതിക്കില്ല പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ മാനേജറാട്ടോ. മൂപ്പര് നമ്മളോട് നിങ്ങളൊന്ന് പെട്ടെന്ന് എടുത്ത് പൊയ്ക്കോളി എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ എടുത്തതാണ് കേട്ടോ. ഒരു ലോകം, ചകിരിയുടെ ഒരു ലോകം കേട്ടോ. ആ കമ്പനീൻ്റെ ബാക്ക് ഭാഗം തന്നെയാണ്. ഒരുപാട് ചകിരിച്ചോറ്, അതായത് വേസ്റ്റ് വരുന്നില്ല, നാരെടുത്തതിൻ്റെ ശേഷമുള്ള വേസ്റ്റ് അത് തട്ടോ ഒരു ലോകം നനച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് അറിയില്ല. വീഡിയോ എടുക്കാൻ അവർ സമ്മതിക്കില്ല, ഓണർ സമ്മതിക്കില്ല. നിങ്ങൾ വേണം ജസ്റ്റ് ഒന്ന് എടുത്ത് വേഗം പൊയ്ക്കോളി പറഞ്ഞപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് പോന്നാട്ടാ. പിന്നെ കുറച്ചുകൂടി മാറിയപ്പോഴാണ് ഇതുപോലെ ചകിരിച്ചോറ്, അതായത് വേസ്റ്റാണ്. ഇതിങ്ങനെ കുന്നുകണക്കിന് കണ്ടമാനുണ്ട് കേട്ടോ. കണ്ണെത്താ ദൂരത്ത് അത്ര ഏരിയ വേസ്റ്റിൻ്റെ, ചകിരി വേസ്റ്റിൻ്റെ പാടം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അതിൻ്റെ കൃഷി എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയുണ്ട്. അടിപൊളി അടിപൊളി. അങ്ങനെ നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. ഒരുപാട് കാളകളും മൂരികളും ഇങ്ങനെയുള്ള സംഭവങ്ങളും പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാടുണ്ട്. പിന്നെ നമ്മൾ യാത്ര പോകുമ്പോഴേ ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ പരിചയപ്പെടുത്തി ഇങ്ങനെ പോവാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇനി അടുത്ത സ്ഥലത്തേക്ക് എന്നുള്ളത് ഇങ്ങനെ എടുത്ത് പറഞ്ഞ് പോകണില്ല കേട്ടോ. അങ്ങനെ നമ്മൾ യാത്രയിൽ തന്നെയാണുള്ളത്. പോയിക്കൊണ്ടിരിക്കുമ്പോഴേ അടിപൊളിയായിട്ട് ഒരു വേറെ വെറൈറ്റി ഒരു തോട്ടം കണ്ട്. എന്താണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് പരിചയപ്പെട്ടോ കേട്ടോ. വഴുതനങ്ങയാണോ എന്ന് സംശയമുണ്ട്.
ഇതെന്താ സംഭവം എന്ന് അറിയണവർ കമൻ്റ് അറിയിക്കട്ടാ. ഇങ്ങനത്തെ ഇതിൻ്റെ വലിയൊരു തോട്ടാണേ, ഒരുപാടുണ്ട് ഐറ്റംസ്. അപ്പോൾ ഈ കായ് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് എഴുതിയിട്ട് അതെന്താണെന്നുള്ളത്. ഇതെന്താണ് സംഭവം? ഒരു വെറൈറ്റി അല്ലേ, പഞ്ഞിയാണ്. പരുത്തിയാണല്ലേ. ഇവ പരുത്തി കൃഷിയാണ് കേട്ടോ. എന്താ പരുത്തി നല്ലത് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു തോട്ടം കണ്ട് അപ്പോൾ അടിപൊളി ഒരുപാടുണ്ട് ഇവിടെ. പിന്നെ ചതുര സ്ഥലങ്ങളാട്ടോ, മൊത്തം ഭംഗിയായിട്ടുള്ള ചതുര സ്ഥലങ്ങളാണ്. യാത്രയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കമ്പനി കണ്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അണ്ണാ പേരെന്നാ അങ്ങ പേര്? പാണ്ടി. இந்த ஊர் பேர்? சேலம்பட்டி. இது என்ன? வெத்தலைக்குண்டு. இது என்ன வியாபாரம்னா? ஃப்ளைவுட்டு மரம் வந்து மரம் வந்து அப்புறம் ஷீட்டு ஆக்கி ரெடி பண்ணுறேன். ശരി. അപ്പോൾ ഒന്ന് പാക്കട്ടെ. ശരിയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ. ഇങ്ങനെ മരങ്ങൾ ഉണ്ട്. എന്ത് മരമാണെന്നുള്ളത് അറിയണില്ല. അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻ്റ് ഇടിയിട്ടാ. ഈ മരത്തിൽ നിന്നാണ് ഫ്ലൈവുഡ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഫ്ലൈവുഡ് ഉണ്ടാക്കുന്ന പ്രൊസീജിയറാണ് നമ്മൾ കാണാൻ പോണത്. ഇങ്ങനെ ഒരുപാട് ഫ്ലൈവുഡ് ഇങ്ങനെ അരച്ച് ചതച്ച് റെഡിയാക്കി വെച്ച സാധനങ്ങളാട്ടോ ഈ കാണുന്നത്. അതിൽ വരുന്ന വേസ്റ്റേജാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ മരം അരച്ച് റെഡിയാക്കി വെച്ച പീസസാണ് ഇത് മൊത്തം. എങ്ങനെയുണ്ട്? ഒരു വെറൈറ്റി ഇതായില്ലേ, വെറൈറ്റി ഒരു വിഷ്വലായില്ലേ. അടിപൊളി. ഇത് അട്ടിട്ടിക്കണ കണ്ടാണ്, അടിപൊളിയായിട്ട് അട്ടിട്ടിക്കണം എന്നുള്ളതാണ് കേട്ടോ. എല്ലായിടത്തും ഇങ്ങനെ അട്ടിട്ടിക്കണേ. ഒന്ന് ഒരു ലെവൽക്കാണെങ്കിൽ മറ്റേത് തല തിരിച്ചിട്ട് അങ്ങനെ അട്ടി വെച്ചിക്കണം കേട്ടോ. ഒരേ അളവിലാണ് കേട്ടോ മുറിച്ചിട്ടുള്ളത് മൊത്തം. ഇതാട്ടോ മാഷാ അല്ലാ. ഇവിടെ അടിപൊളിയായിട്ട് ഇത് അരച്ച് ചതച്ച് റെഡിയാക്കിയിട്ട് ഷീറ്റാക്കി വെച്ചേക്കണം. അതിലും ഒന്നും കൂടി ഫിനിഷ് ആയിട്ടാ. ഇതും ഓരോ ലെയറായിട്ടാണ് വെച്ചിട്ടുണ്ട്. കുറച്ചെണ്ണം ഉള്ളിലേക്ക് അങ്ങോട്ട് തള്ളിയിട്ടും കുറച്ചെണ്ണം അങ്ങോട്ട് തള്ളിയിട്ടും, അതായത് എടുക്കാൻ എളുപ്പത്തിനാവട്ടെ അങ്ങനെ വെച്ചിട്ടുണ്ടാവുക. അടിപൊളി മാഷാ അല്ലാ. അപ്പോൾ ഇതാണ് കേട്ടോ കമ്പനി. ഇവിടെ നിന്നാണ് മൊത്തം ചെയ്യണത്. ഇപ്പോൾ വർക്കൊന്നും കാണില്ല. നമ്മൾ ഏകദേശം ഒരു 9 മണിക്കൊക്കെയാണ് ഇവിടെ എത്തിക്കണത് കേട്ടോ. അപ്പോൾ വർക്കുകളൊന്നും കാണില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെഷീനറീസ്. അതിന് വേണ്ടിയിട്ടുള്ള ഷീറ്റ് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. ഇവിടുന്ന് ഫ്ലൈവുഡ് റെഡി ആക്കണില്ല. ഫ്ലൈവുഡിന് വേണ്ടിയിട്ടുള്ള ഷീറ്റുകൾ ഇവിടുന്ന് നിർമ്മിച്ചിട്ട് ഫ്ലൈവുഡ് ഉണ്ടാക്കുന്ന വേറൊരു കമ്പനിയിലേക്ക് ഇവിടുന്ന് അയക്കും കേട്ടോ. ഇതൊക്കെ അതിൻ്റെ മെഷീനുകൾ കേട്ടോ. അടിപൊളി. ചെറിയൊരു ബിസിനസ്സാണ്. നല്ലൊരു അടിപൊളി ബിസിനസ് സാധ്യതയും കൂടിയാണ് കേട്ടോ. അത് നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല, ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഈ ഒരു മെഷീനേ ഇതിങ്ങനെ കറക്റ്റായിട്ട് അളവ് കട്ട് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മൂർച്ചയുണ്ട്. ഇതിങ്ങനെ പൊന്തിച്ചിട്ട് ഇങ്ങനെ താത്തും. അപ്പോൾ കറക്റ്റ് കട്ടാവും കേട്ടോ. അങ്ങനെ കട്ട് ചെയ്ത് ലെവലാക്കിയിട്ടാണ് അവിടെ കട്ട് ഇടുന്നത്. വാ മോനിസ് വാ. മാലികത റോഡ് സൈഡിൽ നിൽക്കുന്ന കേട്ടോ. ഇങ്ങനെ നോക്കിയപ്പോഴേ ഒരു വ്യത്യസ്തമായിട്ടുള്ള ആദ്യമായി കാണിക്കുന്ന ഒരു കാഴ്ചയായിട്ട് തോന്നി. അതായത് മല്ലികപ്പൂവിൻ്റെ തോട്ടമാണ് കേട്ടോ. അടിപൊളി മഞ്ഞ മല്ലികപ്പൂ കേട്ടോ. ഒരുപാടുണ്ട് എന്നുള്ളതാണ്. അടിപൊളി മാഷാ അല്ലാ. ഇത്രയും സ്ഥലത്തുണ്ട് കേട്ടോ. പരിചയപ്പെട്ടിട്ടുണ്ട് കേട്ടോ. എന്നെ സാപ്പിട്றாண்ணாது இது பல்லு தேய்க்கிறீங்களா? என்ன ஐட்டம் அது பல்லு தேய்க்கிறதுக்கு? அப்படிங்களா? அடிபொளி. முதல்ல பார்க்குறேன். உங்கள் பேர் என்னண்ணா? പാൽമട്ട. എന്ത് ഊര് പേര്? ഓക്കെ. നമ്മളേ ഈ ഒരു ഇത് കണ്ടപ്പോൾ നിർത്തിയാണ്. എന്താണെന്ന് അറിയാതെ. അതായത് ആദ്യം ജെസ്സി ആദ്യം ഇത് മല്ലിയിലയാണെന്ന് പറഞ്ഞത്. പിന്നെ നോക്കിയപ്പോഴാണ് തുളസിയാണ് കേട്ടോ. തുളസിയുടെ കൃഷി എങ്ങനെയുണ്ട്? മൊത്തം തുളസി കൃഷിയാണേ. അടിപൊളി. ഇവിടുത്തെ വലിയ തുളസികൾ കേട്ടോ. ഇതൊരു തുളസി കൃഷിയാണ്. ഒരുപാട് ദൂരമുണ്ട് കേട്ടോ. അടിപൊളി. സാധാ തുളസിൻ്റെ ഇത് എന്തെങ്കിലും മരുന്നിന് വേണ്ടിയിട്ടേ കൃഷി ചെയ്യണമാവും. അതും തുളസി തന്നെയാണ്. ആദ്യമായിട്ട് കാണാം കേട്ടോ അത്രയും വലിയ തുളസിയുടെ ഒരു തോട്ടം.
നമ്മൾ ആദ്യം വിചാരിച്ച എന്താ മറ്റേ പൊതിനയിലാണ് നിർത്തില്ലേ. അടിപൊളി അടിപൊളി. പോന്നാ അണ്ണനെ കറക്റ്റായിട്ട് ആടുജീവിതമാണ് കേട്ടോ. ആടുജീവിതമാണ് നേരത്തെ പരിചയപ്പെടുത്തിയത്. അതായത് ഒരു കമ്പെടുത്താണ് മുപ്പൊരു പല്ലിങ്ങനെ തേച്ച് വരികയാണ്. എന്താ സാധനം എന്നുള്ള മനസ്സിലായില്ല. എന്തൊരു കമ്പ്. അടിപൊളി അടിപൊളി. ഇങ്ങനെ യാത്രയിൽ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. അതായത് ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ ഒരുമിച്ചെടുക്കണ്. എന്നിട്ട് ഇത് ഓരോ സെക്ഷൻ ആക്കിയിട്ട് പ്ലോട്ടായിട്ട് ഭാഗിച്ച് നൽകാനുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അതിനുള്ള കുറ്റികൾ കാര്യങ്ങളൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടാ. ഇതൊരു കമ്പനി ബേസായിട്ട് ഇവരിങ്ങനെ ഒരു ഓഫീസുമാരൊക്കെ ഇതിൽ ചെയ്യും. എന്നിട്ട് പിന്നെ ഈ കല്ലടിച്ച ഭാഗങ്ങളൊക്കെ എത്രയാണ് അളവ് വേണ്ടി അതിങ്ങനെ വായിച്ച് കൊടുക്കും കേട്ടോ. നമ്മൾ യാത്രയിൽ കണ്ടാണ് കേട്ടോ. ഒരു പഴയ വീടാണ്. അണ്ണാ നമുക്ക് പേരെന്നാ? എന്താ ഊര് പേര്? സെങ്കിഡാം. ശരി. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി കേട്ടോ. എന്താണ് അവസ്ഥ എന്നുള്ളത്. പഴയകാല വീടാണ്. പഴയകാല ഓർമ്മകൾ ഉണർത്തിക്കൊണ്ട് നമ്മളെ നാട്ടിലൊക്കെ ഒരു കലാവിരുദ്ധമൊക്കെ പഴയ വീടിൻ്റെ ഒക്കെ കലാവിരുദ്ധം ഇതിൽ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു തിണ്ട് വരുന്നുണ്ട്. കയറുമ്പോൾ ഇതുപോലെ വലിയൊരു പടിപ്പുരക്ക് വലിയൊരു ജനൽ കാണുന്നുണ്ട്. അല്ല, ഡോറ് കാണുന്നുണ്ട് കേട്ടോ. നല്ല കട്ടിങ് അതിനുള്ള. അതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലം കാണുന്നുണ്ട്. ഇപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു റൂം കാണുന്നുണ്ട്. മേലൊക്കെ മരങ്ങളാണ് കേട്ടോ. ഇങ്ങനെ ഒരു കോണി കാണുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ വീട് കാണുന്നുണ്ട്. അടിപൊളി. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടാ. ഇതാ പഴയ രീതിയിലുള്ള ഒരു പഴയകാല ഫിലിമിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ, ആ ഒരു രീതിയിലുള്ളൊരു കൺസെപ്റ്റ് കേട്ടോ. ഇവിടെ പുതിയൊരു വീട് വരുന്നുണ്ട്. ആ പയ്യൻ പറഞ്ഞു, നമ്മളെ കണ്ട പയ്യൻ പറഞ്ഞു ബാഗൊക്കെ കെട്ടിച്ചിട്ട് പുതിയതാക്കിയിട്ടുണ്ട് എന്നുള്ളത്. എങ്കിലും കുറേയൊക്കെ പഴമ ഉണർത്തുന്ന കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതൊരു വെള്ളം ശേഖരിക്കുന്ന ഒരു സംഭവം ഒറ്റ കല്ലിലാണ് തീർത്തിട്ടുള്ളത് എന്നാണ് കേട്ടോ. അടിപൊളി. പിന്നെ ഇവിടെ പണ്ട് നമ്മൾ ഇടിച്ചുകൊണ്ടിരുന്ന ഒലക്കയും ഒരലൊക്കെ അതാട്ടോ അവിടെ കാണുന്നുണ്ട്. അടിപൊളി. അയ്യവാ, ഇങ്ങനൊരു ലുക്ക് വരുന്നുണ്ട് കേട്ടോ അടിയിൽ ലാസ്റ്റായിട്ട്. മാഷാ അല്ലാഹ്. അപ്പോൾ ഇവിടെയും ഇങ്ങനൊരു പടിപ്പുര വരുന്നുണ്ട്. അവിടെ കണ്ട അതേ രൂപം തന്നെ കേട്ടോ ഇവിടെ ഇതേപോലെ രണ്ട് സൈഡിലും 2 റൂമുകൾ വരുന്നുണ്ട്. പണ്ടത്തെ ജമ്മിമാരാരെങ്കിലൊക്കെ വീട് ഔട്ടാ. അത്യാവശ്യം കനത്തിലുണ്ട്. കനം എന്ന് പറയുന്നതിലുപരി ഈ ഒരു ഡിസൈനിങ് ആണ് ഇതിലുള്ളത്. അടിപൊളിയായിട്ട് ഡിസൈനിങ് ആണ് ഇതിനെ ഹൈലൈറ്റ് ആക്കുന്നത് ഡോറിനെ. ഈ വീടിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് വന്നപ്പോൾ ഇവിടെ നമ്മളെ കൗതുകപ്പെടുത്തിക്കൊണ്ട് വേറൊരു കാഴ്ച ഉണ്ട് കേട്ടോ. ഇതുപോലെ മണ്ണിൽ പടുത്തിട്ടുള്ള വീടുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഫുള്ള് മണ്ണിൽ വെച്ചിക്കട്ടെ കല്ല്. അടിപൊളി പഴയകാല രൂപങ്ങളാണ്. അതിൻ്റെ ഉള്ളിൽ തൊഴുത്തുണ്ട് കേട്ടോ. പശുവിനൊക്കെ ആക്കുന്ന ഒരു സംഭവമുണ്ട്. ഇവിടെ അതേപോലെ കാണുന്നുണ്ട് കേട്ടോ. ഫുള്ള് കല്ലാണ്, മണ്ണിലാണ് ചെയ്തിരിക്കണമെന്നുള്ള കേട്ടോ. ഒരു മഴയൊക്കെ പെയ്താൽ ഇത് പെട്ടെന്ന് പോവും. ആ രീതിക്കാണ്. മണ്ണൊന്നും അത്യാവശ്യം കുഴച്ചിട്ട് ഉരുട്ടിയിട്ടും എന്തെങ്കിലും കെമിക്കൽ ഉപയോഗിച്ചിട്ടൊന്നുമല്ല. ജസ്റ്റ് കുഴച്ചിക്കാണ് അങ്ങനെ ഉരുട്ടിയിട്ട് അതിൻ്റെ മേലെ വെച്ച് പോയത് കേട്ടോ കല്ലും കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഇതിൻ്റെ മേലെ എത്രയും കൂടുതൽ വെയിറ്റ് കയറ്റി വെക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. ഇതിൻ്റെ മേൽക്കൂരേ, ആ മേൽക്കൂര ഈ ഒരു സിസ്റ്റത്തിൽ താങ്ങുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ പഴയകാല കാഴ്ചകളാണ്. உங்கள் பேர்? சும்மா கேட்குறேன். நம்ம இப்படியே பழகி ஊரெல்லாம் சுற்றி பார்த்து அப்படியே இந்தியா ஃபுல்லாக சுற்றுறாங்க. எங்கள் ஃபேமிலி இருக்குது வண்டியில். அப்போ முன்னாடி பார்த்தப்போ பழசு வீடு ரொம்ப அதிசயாச்சு. உங்கள் வீடா? உங்கள் வீடுங்களா? சரி. எவ்வளோ வருஷம்? 110 வருஷம் பழக்கம் இருக்குங்களா? உங்கள் பேர்? மயில்தாய். உங்கள் இந்த இடம் ஊர்? செங்கட்டாம்பட்டி. அடிப்பொலி. அங்கே முன்னாடி கேட்டபோது ஒரு சொன்னேன், அங்கே பின்னாடி இருக்கிறதெல்லாம் புது வீடாச்சு பாருங்க, ஏதோ கொஞ்சம் இருக்குன்னு சொன்னேன். அப்போதே ஏறி പതുക്കെ വന്ന് பார்த்தாச்சு. അടിപൊളി. അതിൻ്റെ ഇടയിൽ കണ്ടൊരു കൗതുകകരമായിട്ടുള്ള കാഴ്ച കേട്ടോ. ഇവിടെയൊക്കെ ഇതിൻ്റെ പഴമ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇത് ഒറ്റ കല്ലിൽ ഒരു ഡോറ്, ഇതൊക്കെ ഇല്ലാതായിപ്പോയി. 2 കല്ല് കണ്ടോ, ഇതൊക്കെ ഓരോ ഡോറിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചോ. ഇപ്പോൾ മൊത്തം പുതുമയിലേക്ക് മാറിയല്ലോ. അപ്പോൾ ആ ഒരു രീതിയാണ് കേട്ടോ. ഇപ്പോൾ അടിപൊളി. അപ്പോൾ ഇത് അതിൻ്റെ ഒരു സൈഡ് ഭാഗമാണ് കേട്ടോ. അവർ മക്കൾ വീടുണ്ടാക്കിയപ്പോൾ എല്ലാം അതിൻ്റെ മുൻഭാഗത്തേക്ക് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് കേട്ടോ. പഴയതൊക്കെ പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. എന്നാലും ഓല് കുറേയൊക്കെ നിലനിർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്.
ഈ ഒരു ഏരിയ പഴയതാണ്, ഈ ഒരു വീട് പുതിയതാണ്. അതേപോലെ അപ്പുറത്തുള്ള മൂപ്പരെ വീടും പുതിയതാണ് കേട്ടോ. അത് മക്കൾ തന്നെയാണ്. ഇവിടെ ഇങ്ങനെ സെൻറ്ററിൽ ഉള്ള പഴയത് അങ്ങനെ നിലനിർത്തിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി അടിപൊളി. ഇതിൻ്റെ ഈ കവാടം കണ്ടില്ലേ? അപ്പോൾ നമ്മളോട് അക്ക പറഞ്ഞ് വർഷം ഉണ്ടാക്കിയ വർഷം എഴുതി വെച്ചിട്ടുണ്ടല്ലോ കേട്ടോ. അല്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. 1922 എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയും പഴക്കമുള്ളൊരു വീടിന് മുന്നിലാട്ടോ നമ്മൾ നിൽക്കുന്നത്. അടിപൊളി അടിപൊളി അടിപൊളി. അപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഊരിലെത്തിയിട്ടാ. ആ ഊരിൽ കണ്ടൊരു കാഴ്ചയാണ്, ഒരുപാട് ഇതുപോലത്തെ പുല്ലുകളും സാധനങ്ങളൊക്കെ ഉണക്കാട്ടിട്ടുണ്ടെന്നുള്ള കേട്ടോ. എന്തോ മെഡിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അടിപൊളി അടിപൊളി. കുറേ പുല്ലുകളുണ്ട് കേട്ടോ. എന്ത് പുല്ലാന്ന് ചോദിച്ച പോലെ പറയണേ നമുക്ക് മനസ്സിലാവില്ല, പിന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ എനിക്കോട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നുണ്ടെന്നുള്ളൂ. ഒക്കെ മെഡിസിന് വേണ്ടി ഉപയോഗിക്കണ നമ്മളെ പുല്ലുകളാട്ടാ. അടിപൊളി അടിപൊളി അടിപൊളി. എന്നാ അക്ക, എന്നാ പുല്ലക്ക ഇത്? ഇത് എന്നാ അക്ക? ഉപ്പുമണി. എതുക്ക് മരുന്നൊക്കെங்களா? சரி சரி சரி. நீங்கள் பண்ணி உங்களை வியாபாரமா இது? வாங்கிட்டு போங்களா? சரி சரி. நம்ம കേരളക്കാ சுற்றி பார்க்குறவங்க. ഈ ഒരു പ്രായത്തിലും പരിപാടി ചെയ്യുന്നുണ്ടെന്നുള്ള കേട്ടോ. ചെറിയ ചെറിയ ബിസിനസ്സുകളാണ്, നമ്മളാരും ശ്രദ്ധിക്കാതെ പോണ ബിസിനസ്സുകളാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള മെഡിസിൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. ആ സാധനങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ എടുത്തിട്ട് ഉണക്കിയിട്ട് മെഡിസിന് ഇങ്ങനെ മേടിക്കുന്ന ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു വരുമാനത്തിലുള്ള മാർഗ്ഗം ഉണ്ട് കേട്ടോ. നമുക്ക് വീട്ടിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ചെയ്യാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു പ്രായത്തിലും ഈ ഒരു കാര്യം ചെയ്യേണ്ടതെന്നുള്ളതിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്താണ് നമ്മൾ തിരിക്കണം കേട്ടോ. എന്നക്കാ പേര്? അളകി. എന്താ ഊര് പേര്? ചെങ്കട്ടാണ്. ശരിയാക്കാം, കളമ്പുറ. ഇവിടെ ഇങ്ങനെ പഴമയെ ഉണർത്തുന്നതായിട്ടുള്ളൊരു ബിൽഡിങ് കൂടി കണ്ട്. ഏകദേശം വർഷങ്ങൾ പഴക്കമുണ്ടാകാൻ ചാൻസ് ഉണ്ട്. പൊളിഞ്ഞാടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ ഒരു കൊട്ടാരമായൊരു സ്ഥലം കാണിച്ചില്ലേ, വീട്ടിലായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ കണ്ടോക്കെ നമുക്ക്. മേൽക്കൂരൊക്കെ കണ്ടോ, മനോഹരമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അന്നത്തെ പ്രമാണിമാർ താമസിച്ചിരുന്ന വീടായിരിക്കും കേട്ടോ. അതിൻ്റെ മേൽക്കൂരയും കാര്യങ്ങളൊക്കെ വരുന്നത് ഇങ്ങനെ കേട്ടോ. വീടിൻ്റെ ഉൾഭാഗം കാര്യങ്ങളൊക്കെ വരുന്നത് എങ്ങനെയാണ്. അതേപോലെ തന്നെ ഒരു കവാടം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നുള്ളത്. നേരത്തെ കാണിച്ചതേപോലെ തന്നെ കേട്ടോ. മേൽക്കൂര കാര്യങ്ങളൊക്കെ മരമാണ്. ഇങ്ങനെ റൂം വരുന്നുണ്ട്. പിന്നെ പഴയത് ഇടിഞ്ഞ് പൊളിഞ്ഞ് ചാടിയിട്ടുണ്ട്. ഇഷ്ടികയിലാട്ടോ നിർമ്മിച്ചിട്ടുള്ളത്. ഇതൊക്കെ പുതിയ വീടുകൾ വന്നിരിക്കണമെന്നുള്ള കേട്ടോ. പിന്നെ ഹൈലൈറ്റ് ആക്കിയത് ഫുള്ള് കോണികളൊക്കെ പുറത്തു നിന്നിട്ട് പോണത്. ഇതെന്തുകൊണ്ടാണെന്നുള്ളത് അറിയണില്ല. ഇവർക്കിനി നമ്മളടുത്ത പോലത്തെ ഡിസൈൻ അറിയാനിട്ടാണോ അതോ നമ്മളെ ആ മോഡലിൽ ഇപ്പോൾ ഇവിടെ ഉൾക്കൊള്ളാൻ പറ്റേണ്ടതാണോ എന്നുള്ളത് അറിയണില്ല കേട്ടോ. ഉള്ളിൽ നിന്നുള്ള കോണി വെക്കണത് അതേപോലെ തന്നെ കൗതുകകരമായിട്ടുള്ളൊരു ബിൽഡിംഗ് ആട്ടത്. ഫുള്ള് മണ്ണിലാണ് തീർത്തിട്ടുള്ളത്. ഇതിൻ്റെ സ്ട്രെച്ചിങ് കണ്ടില്ല നിങ്ങൾ, ഡിസൈന് കാര്യങ്ങളൊക്കെ അടിപൊളി അടിപൊളി, മാഷാ അല്ലാഹ്. അപ്പോൾ പഴയ കാല ആ ഒരു ഓർമ്മയെ ഉണർത്തുന്ന രീതിയിലുള്ളൊരു ഗ്രാമമാണ് കേട്ടത്. അടിപൊളി അടിപൊളി. അങ്ങനെ വേറെ ഒരു ബിൽഡിങ് ഊരിൽ നമ്മൾ കണ്ടാണ് കേട്ടോ. പഴയ കാലത്തെ ആ ഒരു ബിൽഡിങ് സ്ട്രെച്ചിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അടിപൊളി അടിപൊളി. ഈ നാട്ടിലെ ഒരുപാട് ജമ്മിമാരും വിലക്കെ ഉണ്ടായിരുന്നുള്ളതിന് ഭയങ്കര ഉദാഹരണം കേട്ടോ. ഈ കുളമൊക്കെ കണ്ടാണ് അതിൻ്റെ ആ ഒരു രീതിക്ക് തന്നെ വൃത്തിയാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. വെള്ളം കാര്യങ്ങളില്ലെങ്കിലും ആ സ്ട്രെച്ചിങ് കണ്ടില്ലേ. പഴയ കാല ജമ്മിമാരൊക്കെ താമസിച്ചിരുന്ന ഒരു ഊരാണിട്ടത്. അങ്ങനെ അങ്ങോട്ട് നോക്കിയപ്പോഴേ ഇവിടെ വെള്ളത്തിൻ്റെ ഒരു സംഭവം കാണുന്നുണ്ട്. അങ്ങനെ നോക്കിയപ്പോഴാണ് ഇവിടെ ഇതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഒരു കിണർ കാണുന്നുണ്ട് കേട്ടോ. ഇത് നെറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് മറിച്ചിട്ടുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ കണ്ടില്ലേ പണ്ട് നല്ല മറ്റേ കരിങ്കല്ലൊക്കെ വെച്ച് പഠിത്തിരുന്ന ആ ഒരു രീതിക്ക് പഠിത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി അടിപൊളി. അങ്ങനെ നമ്മൾ യാത്രയിൽ കണ്ടാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സിഗ്നൽ കാണുന്നത്. അതായത് റോഡ് സൈഡിൽ ഇങ്ങനെ ആയിട്ടുള്ള വളഞ്ഞു പൊളഞ്ഞൊരു സിഗ്നൽ. ഇതെന്തിനു സൂചിപ്പിക്കണമെന്നുള്ളത് അറിയണവരുണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കട്ടോ. ആ ഒരു ഏരിയക്കൊക്കെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം ഉണ്ട്. എന്താ സംഭവം എന്നുള്ളത് അറിയില്ല.
ഇവിടെ ചൂടോടെ കടികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആണോ പേരെന്താണ്? ഊര് പേര്? ആ അന്നക്ക് മലയാളം അറിയാമല്ലേ? മലയാളം അറിയട്ടാ. അപ്പോൾ കുറച്ച് കടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളിതിൽ നിന്ന് 1-2 ഐറ്റം മേടിക്കുന്നുണ്ട് കേട്ടോ. സടയാണ്ടി അമ്പലം അല്ലേ? ഓക്കെ ഓക്കെ. ആ ആ അതേമാതിരിയാ. ആ അങ്ങനെ നമ്മൾ യാത്രയിലാണ് കേട്ടോ. ഒരു ഹൈലൈറ്റ് സാധനം കണ്ട് അപ്പോൾ വീഡിയോ എടുക്കുകയാണ്. മീൻ കേട്ടോ. മീൻ ഇതെങ്ങനെ പാക്കറ്റായി വന്നിട്ടുണ്ട്. അടിപൊളി അടിപൊളി. ചെറിയൊരു കടയാണ്, എല്ലാ ഐറ്റം സാധനങ്ങളുണ്ട്. നമ്മൾ ഈ കടയിൽ നിന്നേ ഇത്രയും സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ കണ്ട് കണ്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. പോണ പോക്കിലാണ് നമ്മൾ കേരളത്തിൻ്റെ അതേ കൾച്ചറുള്ള ഒരു നാട്ടിൽ പോയിട്ട് പോകുന്നത്. അപ്പോൾ പരിചയപ്പെട്ടല്ലോ, നമ്മൾ കൊടൈക്കനാൽ റോട്ടിലാണുള്ളത്. ദിണ്ടുക്കല്ല് കൊടൈക്കനാൽ ഭാഗത്താട്ടോ ഈ ഒരു ഏരിയ വരുന്നത്. ഒന്ന് കാണിച്ചു കൊടുത്താൽ മൊത്തം പുറത്തൊക്കെ നമ്മുടെ നാട്ടിലത്തെ അതേപോലെ ഉണ്ടോ ഈ ഏരിയ. വലിയ മാറ്റമില്ല എന്നുള്ളത്. അത്രയും തെങ്ങുകൾ കാര്യങ്ങൾ പിന്നെ കാട് കാര്യങ്ങൾ പ്രകൃതിയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ അതേ ഒരു കൾച്ചർ ഉണ്ട്. അടിപൊളി അടിപൊളി. അപ്പോൾ നമ്മൾ ബിരിയാണി മേടിക്കാനുള്ള അരി മേടിച്ചിരിക്കണം കേട്ടോ. എന്നാ ശരി അണ്ണാ. ഓക്കെ ഓക്കെ. ഈ കടയിൽ നിന്നാട്ടോ മേടിച്ചത്. അങ്ങനെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദിണ്ടുകല്ല് എത്താനായിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് ആളുകളൊക്കെ കണ്ടിട്ടാ. അപ്പോൾ നോക്കിയപ്പോൾ നമ്മളെ ഷീറ്റ് കാര്യങ്ങളതൊക്കെ കയറ്റാണ്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വന്ന് നോക്കിയപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു വീട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. ഈ വീടും ആ വീടൊക്കെ കണ്ടപ്പോൾ അടിപൊളി കേട്ടോ. അടിപൊളി. ഇവിടെ മഴക്കുള്ളൊരു ചെറിയ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വെയിൽ കുറവാണ് കേട്ടോ. അതിലും കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇതാണ് കേട്ടോ. ഈ ഒരു സാധനം നോക്കുകയാണെ പഴയ കാല കൂജയാണ് കേട്ടോ. അടിപൊളി അടിപൊളി. ഈ ഒരു കൂജ കണ്ടപ്പോൾ ഒന്ന് പരിചയപ്പെടുത്താൻ കരുതിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ എന്താ സംഭവം ഉള്ളതെന്നും കൂടി നമുക്ക് പോയി നോക്കാം. ഇവിടെ മണലുണ്ട്. മണൽ വിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ ഷെഡാണ് ഇതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. മോനീസൊക്കെ അടിപൊളിയാണ്. ഓൻ ഫുൾ എൻ്റർടൈൻമെൻ്റ് ആണ്. അടിപൊളി അടിപൊളി. ഓന് എവിടെ പോയാലും ഓനക്ക് ഫാൻസ് കൂടുതലാണ് കേട്ടോ. ഇത് വേറെ ഒന്നുമല്ല കേട്ടോ. ഇത് വാടകയ്ക്ക് സാധനങ്ങൾ കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ ഉള്ള ആൾക്കാർ കേട്ടോ. അപ്പോൾ അവരുടെ വീട് അതിൻ്റെ മേലെ ഒന്ന് വലിപ്പം കൂട്ടിക്കുകയാണ് ഈ ഓലയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. വേറെ ഒന്നുമല്ല. എന്തായാലും അടിപൊളിയായി. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയായി പോയിട്ടോ. ഇത് വീടാണ്. വീടിൻ്റെ മേലെ ഒന്നും കൂടി അങ്ങനെ ഹൈറ്റ് ചെയ്ത് കണ്ട് അടിപൊളിയാക്കി കേട്ടോ അവർക്ക് ഇതാ ഫുള്ള് ഇങ്ങനെ ഈ പരിപാടികൾക്ക് ഇതിനൊക്കെ സാധനങ്ങൾ കൊടുക്കുന്ന പരിപാടിയാണ്. എല്ലാ ഐറ്റം സാധനങ്ങളുണ്ട്. നമ്മളവിടെ ഒന്നും ഇതുപോലെ ഓലൻ്റെ പരിപാടിയൊന്നും കാണലില്ലല്ലോ അല്ലേ. നമുക്ക് ആവശ്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഇതേപോലെ വെറൈറ്റി ഒക്കെ ആയിട്ട് ഡിസൈന് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പൊന്നാനി ഭാഗത്ത് പോയാൽ ഓല കിട്ടും കേട്ടോ. നമ്മളെ ഹോട്ടൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓല അവിടെ പോയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. 50 എണ്ണത്തിൻ്റെ ഒരു കെട്ടായിട്ട് കേട്ടോ അവിടെ കിട്ടുക. പൊന്നാനി നമ്മളെ കടപ്പുറം ആ ഏരിയയിലാണ് ഉണ്ടാവുക. അവിടേക്ക് പോണ ആ ഒരു മാർക്കറ്റ് റോഡ്, ആ റോഡിൻ്റെ സൈഡിൽ തന്നെ ആയിട്ട് മുള പിന്നെ ഇതേപോലെ ഓല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഞങ്ങളേ ഈ ഒരു വെയിറ്റിംഗ് ഷെഡിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തത് കേട്ടോ. ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഈ ഒരു വെയിറ്റിംഗ് ഷെഡിൽ വെച്ചിട്ടാണ്. സാധനങ്ങളൊക്കെ ഇതിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട്. കുറച്ച് വേറെ എവിടെയെങ്കിലും പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ടാ ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതെന്താണ് ഇതിൻ്റെ ഉള്ളിൽ? ബിരിയാണി ചിക്കനല്ലേ? അടിപൊളി അടിപൊളി. നമുക്ക് എവിടെയെങ്കിലും പോയിട്ടേ ഒഴിഞ്ഞിരുന്ന് കഴിക്കട്ടാ. ഇങ്ങോട്ട് വേടാ. മോനിസ് റോട്ടുമ്മൽ തെണ്ടി കിടക്കണ്. മോനെ അടി കിട്ടാത്ത കുറവുണ്ട്. അടി കിട്ടട്ടാ? അടി തരട്ടാ? എന്താ വേമ്പ ചെരുപ്പിട്, നല്ലപോലെ ചെരുപ്പിടാ. കുറുമ്പനാ ചേ.
ദിണ്ടുകല്ലിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 10 കിലോമീറ്റർ ഗ്യാപ്പേ ഉള്ളൂ കേട്ടോ. ചെറിയ ചാറ്റൽ മഴ ഉണ്ട്. അടിപൊളി അടിപൊളി വൈബ്. നമ്മൾ മഴയും കൊണ്ടാണ് കേട്ടോ കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഓരോ സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കണത്. അടിപൊളി കേട്ടോ. ട്രെയിന് മേലെ കൂടി നമ്മൾ താഴത്ത് കൂടി. അടിപൊളി അടിപൊളി. അങ്ങനെ നമ്മളെ ഇന്നത്തെ ഫുഡാണ് കേട്ടോ. ബിരിയാണി ജെസ്സി ഉണ്ടാക്കിയതാണ്. അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. മോനുസ ബിരിയാണി എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? എൻ്റെ മുഖത്തൊക്കെ എന്താ ചളി മാതിരി? അടിപൊളി റൈസ് കേട്ടോ. അതാ വേറിട്ടെങ്ങനെ നിൽക്കുന്നുണ്ട്. വണ്ടി ഇതവിടെ വെച്ചിക്കണേ. ഞങ്ങൾ ഇങ്ങനെ ഒരു വെയിറ്റിംഗ് ഷെഡിൽ ഇരുന്നിട്ടാട്ടോ കഴിക്കണേ. വേറെ വൈബാട്ടോ. അങ്ങനെ ഈ കടയിൽ നമ്മളൊരു 7up മേടിച്ചിട്ടുണ്ട് കേട്ടോ. ആണോ അതിൻ്റെ ഏരിയ എന്നാ? വേളൂർ കോട്ടായി. നമുക്ക് പേര് അബു ഹനീഫ്. ഓക്കെ. ആ இந்த வீடெல்லாம் எவ்வளோ பழக்கம் இருக்கும்ண்ணா? இந்த வீடு 200 இருக்கும் இல்லையா? ആ ഒരു സ്ട്രെച്ചിങ് ഇருக்கு പാക്കുമ്പോൾ. അടിപൊളി അടിപൊളി. നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ പഴയ കുറേ ബിൽഡിങ്ങുകൾ കാണുന്നുണ്ട് കേട്ടോ. പഴയ സ്ട്രെച്ചിങ്ങുള്ള അടിപൊളി കണ്ടോ മോഡൽ കാര്യങ്ങളൊക്കെ നോക്കാണി. അതേപോലെ നമ്മളെ പഴയ കാലത്ത് മറ്റേ ഫിലിംസ് ഹാൾ ഉണ്ടായിരുന്നില്ലേ? നമ്മളെ സ്വാതന്ത്ര്യകാല സമയത്ത് ഉണ്ടായിരുന്ന ഫിലിംസ് ഹാളൊക്കെ അതിലൊക്കെ പെട്ട ഓരോ വീടുകൾ കേട്ടോ. അതേ ഡിസൈനിങ് സ്ട്രെച്ചിങ് ഒക്കെ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള അടിപൊളി അടിപൊളി. അപ്പോൾ ഒക്കെ പഴയ കാല വീടുകളാണ് കേട്ടോ. അടിപൊളി അടിപൊളി മനോഹരമായിട്ടുള്ള വീടുകൾ. ഇവിടെ പോവുണ്ടോ? പോവ് എന്താ കാട്ടണേ? പോവ് നോക്കണ്ടാ? അവനെ നമുക്കേ അമ്പടിക്കട്ടാ. അപ്പോൾ നമ്മളേ ആ റോട്ടിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നേ. അപ്പോൾ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ ഈ വീട്ടുകാരോട് നമ്മൾ ചോദിച്ചിട്ടാ ഇവിടെ ടെൻ്റ് അടിക്കട്ടെ എന്നുള്ളത്. അപ്പോൾ നമ്മളോട് ടെൻ്റ് അടിച്ച് ഉറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ടെൻ്റ് കാര്യങ്ങളൊക്കെ അവിടെ അടിക്കട്ടെ. ആ മരത്തിൻ്റെ ചോട്ട് അടിക്കുക. അടിപൊളിയാവല്ലേ? അപ്പോൾ ഇവിടെ ടെൻ്റ് അടിക്കുകയാണ് കേട്ടോ. ടെൻ്റ് അടിച്ച് ഇവിടെ ഉറങ്ങാനുള്ള പരിപാടിയാണ്. നമ്മൾ യാത്രയിലേ ഏറ്റവും കൂടുതൽ ചിലവുണ്ടാക്കുന്ന 2 സാധനങ്ങളാണ് ഫുഡടിയും പിന്നെ താമസവും. അത് രണ്ടും നമ്മൾ നേക്കാക്കി ഇതേമാതിരി കണ്ടറിഞ്ഞ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അത്രയും എക്സ്പെൻസ് കുറക്കട്ടോ. പിന്നെ മാത്രമല്ല നമ്മളിപ്പോൾ യാത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് കാഴ്ചകൾ ഒരുപാട് കണ്ട് ആസ്വദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ താമസത്തിനും ഫുഡിനും ചിലവ് ലാവശ്യമാക്കൽ ബുദ്ധിയല്ല. അത് നമുക്ക് വേണമെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്നും കിട്ടൂലേ? ഫുഡും കാര്യങ്ങളും താമസമൊക്കെ നമുക്ക് വേണമെങ്കിൽ വീട്ടിലും അവിടെയൊക്കെ നമുക്ക് എന്ത് വേണമെങ്കിലും കാട്ടാം. അപ്പോൾ നമ്മളെ ആഗ്രഹം നമ്മൾ സാധിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാവുക. അപ്പോഴേ നമുക്ക് നമ്മളെ കാര്യങ്ങളും നമ്മളെ ലക്ഷ്യസ്ഥാനവും എത്തുള്ളൂ കേട്ടോ. നമ്മളെ ആദ്യം നമ്മളെ ഇത് വിരിക്കും കേട്ടോ. നമ്മളെ യോഗക്കൊക്കെ ഉപയോഗിക്കുന്ന ഷീറ്റാണ്. ഇതാകുമ്പോൾ കല്ലും മണ്ണൊക്കെ കടിക്കുന്നത് ഒഴിവാകും. അപ്പോൾ നമ്മളേ ടെൻ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? சாப்பாடு சமைச்சிருக்கு உள்ள இருக்கு. பையனா? என்ன பேரு? സിതീഷ്. അടിപൊളി അടിപൊളി. ഇവരാട്ടെ നമുക്ക് ടെൻ്റ് അടിക്കാൻ പറഞ്ഞ ആള്. നന്ദി അണ്ണാ.